കാണുന്ന ഒരുപാട് ബ്രാൻഡുകളുടെ അംബാസഡേഴ്സ് ആണ് BTS. ഹൈ അമ്മി, ഞാൻ സെനോ BTSന്റെ ഇന്ദുവാണ്. അപ്പൊ ആർമി, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇല്ലേ, അത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതാണോ എന്ന് എനിക്ക് അറിയാൻ മേല. പക്ഷേ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എവിടെയെങ്കിലും. കാര്യം BTSനെ അറിയുന്നവരെല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോ നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്നുണ്ട് BTS ഇതാ കുക്കി കാൽവിൻ ക്ലീന്റെ അംബാസഡർ ആണ്, വീസ് അലൈന്റെ അംബാസഡർ ആണ്, കമ്പോസ് കോഫിയുടെ അംബാസഡർ ആണെന്നൊക്കെ അല്ലെ. ഇന്ന് BTS 7 ലക്ഷറി ബ്രാൻഡ്സ്, വേൾഡ് ഫേമസ് 7 ലക്ഷറി ഫാഷൻ ബ്രാൻഡ്സിന്റെ അംബാസഡേഴ്സ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു വീഡിയോ കാണാം. ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കമ്പനി വീനെ ചതിച്ചാണ്. കാര്യം അവരൊരു ഷോപ്പിൽ പോകുന്ന കുറെ സാധനങ്ങളൊക്കെ എടുക്കുന്നു, അതിന്റെ വില നോക്കിയിട്ട് മേടിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം മുഖത്ത് കാണിക്കുമ്പോൾ അതേ കറക്റ്റ് സമയത്ത് ക്യാമറ സൂം ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ കമ്പനി ശരിക്കും പറഞ്ഞാൽ ചതിച്ചാണ്. അങ്ങനെ ഇൻസൾട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇന്ന് നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു ശരിക്കും മോട്ടിവേഷൻ ആണ്. പക്ഷെ അന്നത്തെ ഒരു ഇത് പുറത്തു വന്നപ്പോൾ ഒരു മാനസികാവസ്ഥ നമ്മൾ ഓർക്കണം. പല കേസത്തിലും കമ്പനി BTSനെ ചതിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവർ കാണുമ്പോ എങ്ങനെയാ, BTS അവന്മാർക്കെന്തോ വലിയ സംഭവം ആനായിട്ട് ഇവരൊക്കെ ഇതൊക്കെ ഇറക്കി ഇതാക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ BTSന് പങ്കില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. നമുക്ക് പണ്ട് കാര്യമില്ല, കമ്പനിയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൂടിയ പിള്ളേരല്ലേ ഈ ഐഡൽസ് ഒക്കെ. അപ്പൊ അവരുടെ ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, പിറ്റിഫുൾ ആണ്. അതുപോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഹാർഡ് വർക്ക് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് അത് നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ തെളിവാണ് BTS കാണിച്ചു കൊടുത്തത്. BTS അംബാസഡേഴ്സ് ആയിട്ടുള്ള വേൾഡ്സ് ലക്ഷറിയസ് ഫാഷൻ ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫസ്റ്റ് വൺ, ബൊട്ടിഗ വെനേറ്റ. ബൊട്ടിഗ വെനേറ്റ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ലക്ഷറി ഫാഷൻ ബ്രാൻഡ് ആണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് BTSന്റെ ലീഡറും റാപ്പറുമായിട്ടുള്ള കിം നാംജുൻ അഥവാ റാപ്പ് മോൺസ്റ്റർ. സെക്കൻഡ് വൺ ആണ് ഗുച്ചി. ഗുച്ചി ഈസ് ഓൾസോ ആൻ ഇറ്റാലിയൻ ലക്ഷറി ബ്രാൻഡ്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് BTSന്റെ എൽഡസ്റ്റ് മെമ്പറും സബ് വോക്കലിസ്റ്റും വിഷ്വലുമായിട്ടുള്ള ജിൻ. തേർഡ് വൺ ആണ് വാലന്റീനോ. വാലന്റീനോ ഈസ് ഓൾസോ ആൻ ഇറ്റാലിയൻ ബ്രാൻഡ്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് BTSന്റെ ലീഡിംഗ് റാപ്പർ ആയിട്ടുള്ള മിൻ യുങ്കി. ഫോർത്ത് വൺ, ലൂയിസ് വിറ്റൺ, ഒരു ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡ് ആണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് അറിയാമോ? BTSന്റെ ലീഡിംഗ് ഡാൻസറും റാപ്പറുമായിട്ടുള്ള ജെ ഹോപ്പ് അഥവാ ജങ് ഹൂസോ. ഫിഫ്ത് വൺ ആണ് ഡിയോ. ഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡ് ആണ്. ഇതിന്റെ അംബാസഡർ ആണ് BTSന്റെ വോക്കലും ഡാൻസറുമായിട്ടുള്ള ജിമിൻ അഥവാ പാക് ജിമിൻ. സിക്സ്ത് വൺ ആണ് സെലൈൻ. സെലൈൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ലക്ഷറി ബ്രാൻഡ് ആണ്. ഇതിന്റെ അംബാസഡർ ആണ് BTSന്റെ വിഷ്വലും വോക്കലുമായിട്ടുള്ള കിം തെയു അഥവാ വി. ലാസ്റ്റ് വൺ ആണ് കാൽവിൻ ക്ലെയിൻ, ഒരു അമേരിക്കൻ ലക്ഷറി ബ്രാൻഡ് ആണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് BTSന്റെ യങ്ങസ്റ്റ് മെമ്പറും ലീഡിംഗ് വോക്കലിസ്റ്റുമായിട്ടുള്ള ജിയോൺ ചെങ്ങുക് അഥവാ കുക്കി. ഈ കാണുന്ന ഒരുപാട് ബ്രാൻഡുകളുടെ അംബാസഡേഴ്സ് ആണ് BTS. നമ്മൾ ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നമുക്കത് വാങ്ങാൻ പറ്റണമെന്നില്ല. പക്ഷെ നമുക്ക് ഹാർഡ് വർക്കും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതിന്റെ റിസൾട്ട് ആണ് BTS ഇവിടെ കാണിച്ചു കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ BTSന്റെ ലെവൽ എങ്ങനെയുണ്ടെന്ന്? ചിലർക്ക് ഇങ്ങനെ പറയാണ്ടോ, BTS എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ അവന്മാരൊന്നുമല്ല, അമേരിക്കയും ലണ്ടനും ഇറ്റലിയും അവനൊന്നും വില കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോടാനുകോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ബ്രാൻഡ്സ് ആണ് ഇതെല്ലാം. ഇവരുടെ കമ്പനീസ് ലക്ഷക്കണക്കിന് രൂപകളാണ് ഓരോ ഐറ്റംസിനും. അങ്ങനെ ഒരു ഐറ്റംസിന്റെ ബ്രാൻഡ് അംബാസഡർ അത് BTSനെ ആക്കാൻ പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. ഇന്ന് BTS വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കമ്പനി തന്നെ സ്വന്തമായിട്ട് മേടിക്കാം അല്ലെ. അത് ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ ആണ് കേട്ടോ. ഇത് ഈ വീഡിയോ നിങ്ങൾ എടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ വെറുതെ BTS കുറച്ച് അംബാസഡേഴ്സ് അത് ഏതൊക്കെയാണെന്ന് ചേച്ചി പരിചയപ്പെടുത്തുന്നതല്ല, അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നാളെ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഒരുപാട് ഫെയിൽഡ് ആയിപ്പോ നമ്മളെ കണ്ടില്ലേ, ഒരുപാട് ഫെയിൽഡ് ആയി, ഇപ്പോഴും ഫെയിൽഡ് ആയി, എന്തെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമിച്ച ഒരു സമയമാകുമ്പോൾ നമ്മള് അതങ്ങ് ഗ്രാബ് ചെയ്തെടുക്കും. അപ്പൊ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്നുള്ള, പിന്നെ നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും ചെറിയ രീതിയിൽ. പക്ഷേ നമ്മുടെ മൈൻഡ്, നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു അന്യായ ലെവലായിരിക്കും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് വരാനായിട്ടാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. എന്ന് കരുതി BTS മാത്രമല്ല ലോകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആസ് ആൻ ആർമി ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദിസ് വൺ. സോ യു ഹാവ് ടു ഫോളോ മീ ആർമി. ബൈ. സാലാന്യോ.